ഹായ് ഹലോ. ഇന്ന് ഞങ്ങളുടെ മോൻ്റെ സ്കൂളിലെ ആനുവൽ ഡേയുടെ ഒരു ലോങ് വീഡിയോയാണ്. കുറേ ആയി ഒരു പ്രോഗ്രാം നടന്നിട്ട്, പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 9-ാം തീയതി ആയിരുന്നു, ജനുവരി 9-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയും അതേപോലെ ഉമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മറ്റേ മലയാളം സീരിയൽ ആർട്ടിസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനോഗ്രേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു 6 മണി 6:15 എത്തി. കുഞ്ഞു പിള്ളേരുടെ പ്രോഗ്രാം ഫസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി മുമ്പ് എത്തി കേട്ടോ. അപ്പോഴത്തേക്കും എത്തിയ സമയം കറക്റ്റായിരുന്നു. അവിടെ ഒരു സ്കൂളിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ കാണിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല രസമുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാ കുട്ടികളും നല്ല അടിപൊളിയായിട്ട് കളിച്ചു, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ എല്ലാ പ്രോഗ്രാമും. കുഞ്ഞിക്കുട്ടികൾ തന്നെ LKG പിള്ളേരും പ്ലേ ക്ലാസ്സിലെ പിള്ളേരൊക്കെ എന്ത് രസമായിട്ടാണ് കളിക്കുന്നത്. നമുക്കൊരു ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല പ്രോഗ്രാമായിരുന്നു. നല്ലപോലെ പ്രാക്ടീസ് ചെയ്തേ കൊണ്ട് മാത്രമാണ് ഇത്രയും നന്നായിട്ട് ആ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയത്. അത് അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ചില പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നമുക്ക് ബോറടിച്ചിട്ടൊരു സുഖം ഉണ്ടാവില്ല, പക്ഷെ ഇത് കണ്ടിരിക്കാൻ തോന്നി. ഒരു ബോറിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ത് രസമായിട്ട് അവരുടെ ഡ്രസ്സിങ്ങും അതേപോലെ ഡ്രസ്സിൻ്റെ ഓരോ കളർ മാച്ചും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അതേപോലെ അങ്ങനെ കുറേ നേരം ഇരുന്ന് അതിനിപ്പോൾ ഒരു 4-5 ആയപ്പോഴത്തേക്കായിരുന്നു കേട്ടോ ഈസയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായത്. ലീസ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, മരിയ കളിക്കുമോയെന്ന്. ആൾക്ക് ചിരി ഇച്ചിരി കുറവായിരുന്നു കേട്ടോ. മിസ്സുമാർ എന്നെ പറഞ്ഞിരുന്നു ഈസ ചിരിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ചിരിയൊന്നും ആൾക്കധികം വന്നില്ല. പക്ഷെ കളിച്ചു, എല്ലാം നല്ലപോലെ കളിച്ചിട്ടോ. ആൾക്കൊരു മിസ്റ്റേക്കും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നല്ലപോലെ കളിച്ച ചിരിയുടെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നല്ലപോലെ അവൻ്റെ കൂടെ ഉണ്ടായ പെയറായിട്ട് നിന്ന കുട്ടി നല്ലപോലെ കളിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു മിസ്സും ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുട്ടികളെ വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി വിളിച്ചിട്ട് വന്നിട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഫാൻസി ഡ്രസ്സിനൊക്കെയാണ് കേട്ടോ ചേരാറ്. ഫാൻസി ഡ്രസ്സ് ആൾക്ക് കുറച്ചും കൂടിയും കംഫർട്ടാണ്. കഴിഞ്ഞ തവണയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഫാൻസി ഡ്രസ്സിന് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഡാൻസ് അവൻ കളിക്കുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇരിക്കൂലായിരുന്നു കേട്ടോ. ഭയങ്കര ഓട്ടവും പാച്ചിലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ അവർ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കൊടുത്ത്, പിന്നെ റോട്ടിലിങ്ങനെ ബലൂൺ ലൈറ്റ് എത്തുന്ന ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം മേടിച്ച് കൊടുത്താട്ടോ അവൻ അനങ്ങാതിരുത്തത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ്. ഓരോ കുട്ടിയാരോ അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓട്ടമായി, ഒരു രക്ഷ ഉണ്ടാവില്ല, പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം ഒരു 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ എഴുന്നേറ്റ് പോകുന്നിട്ടോ. ലാസ്റ്റൊക്കെ നല്ല നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതൊന്നും കാണാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്തിരിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഓടണേ കൊണ്ടായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നത്. അങ്ങനെ കുറേ നേരം പ്രോഗ്രാം ലാസ്റ്റൊക്കെ നല്ല വലിയ പിള്ളേരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിച്ചുപൊളിയൊക്കെ ആയിട്ട് ആ പിള്ളേർ കളിച്ചിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ തന്നെ. ആൺപിള്ളേരുടെ ആയാലും ഒക്കെ എനിക്ക് തോന്നുന്നൊരു 10 മണി 10:30 പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ പോകുന്നിട്ടാ. അങ്ങനെ നല്ലൊരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ആനുവൽ ഡേ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഉംറയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഈസാനെ ഡാൻസിനൊന്നും ഞങ്ങൾക്ക് ചേർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഉംറയ്ക്ക് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് മിസ്സ് നമ്മൾ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ പ്രാക്ടീസൊന്നും കിട്ടില്ല. നമ്മൾ കുറച്ച് സ്കൂളിൽ ലീവായി കഴിഞ്ഞപ്പോൾ തന്നെ മിസ്സ് പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ ചേർത്തില്ലായിരുന്നു അവനെ. പിന്നെ പ്രോഗ്രാം ഞങ്ങൾ കണ്ടിട്ട് ഒരു 9-ാം തീയതി ആയിരുന്നു ഞങ്ങൾ വന്നത്. കഴിഞ്ഞ തവണ 10-ാം തീയതി ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. ഞങ്ങൾ ഉംറ കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ആനുവൽ ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയി സ്കൂളിൽ ആനുവൽ ഡേ കണ്ടിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അന്ന് അവനൊരു ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവനെ ചേർത്തില്ല, അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ഇത്തവണ ആൾ ഹാപ്പിയാണ്. കഴിഞ്ഞ തവണ ഇതേമാതിരി ഞങ്ങൾ കുറച്ച് പ്രോഗ്രാമേ കണ്ടുള്ളൂ. ഇവൻ്റെ ഓട്ടവും പാച്ചിലും അന്നും ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം തന്നെ. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നുള്ളൂ ഞങ്ങൾ. പക്ഷെ നല്ല പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രൗഡും കാര്യങ്ങളായിരുന്നു. കഴിഞ്ഞ തവണ നല്ലപോലെ ഞങ്ങൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇത് രസമായിട്ട് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നത് കാണാൻ തന്നെ നമുക്ക് ഇങ്ങനെ ഇരുന്ന് പോകും. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളൊരു 9:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പൊറോട്ടയും
അതേപോലെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. ഉമ്മച്ചിക്ക് ഇഷാഖയ്ക്ക് ഭയങ്കര ഇഷ്ടമായി സ്കൂളിലെ പ്രോഗ്രാം. അവിടെ എൻ്റെ അനിയത്തിയുടെ സ്കൂളിൽ പ്രോഗ്രാമൊന്നും അത്ര സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അവർ ബോറിംഗ് ഒക്കെ ആയിരുന്നു. ഉമ്മച്ചി പറഞ്ഞായിരുന്നു അവളുടെ സ്കൂളിൽ ആനുവൽ ഡേക്ക് പോയപ്പോൾ ഇവിടുത്തെ നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അവർ 2 ദിവസം നിന്നു. അങ്ങനെ നിൽക്കാറൊന്നും വരാറുണ്ടായിരുന്നില്ല അവർ. ഈ ഒരു ആനുവൽ ഡേയുടെ കാര്യങ്ങൾ കൊണ്ട് അവർ 2 ദിവസം അങ്ങനെ നിന്നിട്ട് ഈസയുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വാപ്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ നിൽക്കാൻ പറ്റി. പിന്നെ അവർ ഉമ്മച്ചിക്കും ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം അതേമാതിരി പിന്നെ ഞായറാഴ്ചയാണ്, അതിന് ഞങ്ങൾ ശനിയാഴ്ച അമ്പലത്തിൽ പോയതും ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.